മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഗ്നനാണ് എന്നുവെച്ചാൽ തുണി ഉടുക്കാതെയാണ് നിൽക്കുന്നത്. അതായത് മുഹമ്മദ് നബി തുണി ഉടുക്കാതെയാണ് കുളിച്ചുകൊണ്ടിരുന്നത് എന്ന്. ഇതെങ്ങനെ എനിക്ക് മനസ്സിലായി എന്നല്ലേ? ഇത് ലോകം ഇതുവരെ അറിയാത്തൊരു സത്യമാണ്. ഇത് നമുക്ക് വെളിപ്പെടുത്തി തന്നത് ഒരു ഉസ്താദ് തന്നെയാണ്, ഞാൻ കണ്ടുപിടിച്ചൊന്നുമല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഉസ്താദ് പറയുന്ന കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ഗെറ്റ് റെഡി. ബാത്റൂമിൽ കുളിക്കുന്ന സമയത്തിൽ വസ്ത്രങ്ങളില്ലാതെ, ശരീരത്ത് ഒരു തുണിയുമില്ലാതെ കുളിക്കുന്നവരാണെങ്കിൽ, നഗ്നമായി കുളിക്കുന്നവരാണെങ്കിൽ അവർക്ക് ദാരിദ്ര്യമുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നഗ്നമായി കുളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, കാര്യം ക്ലിയർ ആണല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹാരിഫ് ഹുസൈന് ഇനി യൂട്യൂബ് ചാനൽ ഈ രൂപത്തിൽ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചങ്ങലക്കിടേണ്ടി വരും. മെൻ്റൽ ഹോസ്പിറ്റലിലായിരിക്കും ബാക്കിയുള്ള ജീവിതകാലം മുഴുക്കെ. കാരണം അമ്മാതിരി പിരിവിട്ട് പോയിക്കുന്നു. പിന്നെ അതായത് ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരൊക്കെ തുണിയില്ലാതെ നടക്കുന്നവരാണ്, തുണിയില്ലാതെ കുളിക്കുന്നവരാണ് എന്നാണ് ഇപ്പോൾ ഹാരിഫ് ഹുസൈന് കണ്ടുപിടിച്ച ഒരു കണ്ടുപിടുത്തം. ഞാനിതിൻ്റെ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിൻ്റെ നായ് നക്കിയ തലച്ചോറും കൊണ്ടല്ല മുസ്ലിം സമുദായം ഓരോരോ വിഷയങ്ങൾ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും. ദാരിദ്ര്യം എന്നുള്ളത് പല രൂപത്തിലുണ്ട്. കഠിനമായിട്ടുണ്ട്, സ്വാഭാവികമായിട്ടുണ്ട്. ഈ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരൊക്കെ തുണിയില്ലാതെ നടക്കുന്നവരാണ്, തുണിയില്ലാതെ കുളിക്കുന്നവരാണ് എന്നതിനർത്ഥമില്ലല്ലോ. അത് അർത്ഥം കിട്ടിയത് എൻ്റെ നായ് നക്കിയ തലച്ചോറും കൂടി ചിന്തിക്കുമ്പോൾ മാത്രമാണ്. അതൊക്കെ പോട്ടെ. മൈക്കൽ ചാർട്ടിന് അറിയോ? ഒരു ശാസ്ത്രജ്ഞനാണ്. എന്നെപ്പോലെ മെൻ്റലല്ല എന്നുള്ളൂ. അദ്ദേഹം ഒരു മുസ്ലിമൊന്നുമല്ല, ഇസ്ലാം പക്ഷപാതിയൊന്നുമല്ല. ഒരു നോർമലായിട്ടുള്ള എന്നേക്കാളും അത്ഭുത ബുദ്ധിജീവിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ വ്യക്തി ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച, വിപ്ലവം സൃഷ്ടിച്ച, ചരിത്രം കുറിച്ച 100 ചരിത്രകാരന്മാരെ കുറിച്ചിട്ട് ഒരു ഗ്രന്ഥം പുറത്തിറക്കി. മനസ്സിലാവുന്നുണ്ടോ? ആ വ്യക്തി ആ വിഷയത്തെക്കുറിച്ച് പഠിച്ച് അതിൽ പഠനം നടത്തി അതിൽ കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിച്ച് വളരെ ബോധപൂർവം 100 ചരിത്രകാരന്മാരെ കുറിച്ചിട്ട് ഗ്രന്ഥം പുറത്തിറക്കിയ ആ ഒരു ഗ്രന്ഥത്തിൽ ഒന്നാമത് പേര് കൊടുത്തത്, ഏറ്റവും ഫസ്റ്റ് നമ്പർ 1 പേര് കൊടുത്തത് ദ പെർഫെക്റ്റ് മാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാണ്. അദ്ദേഹം ഒരു ഇസ്ലാമാണോ? അല്ല. ഒരു ഇസ്ലാം പക്ഷപാതിയാണോ? അല്ല, ഒന്നുമല്ല. എന്നെപ്പോലെ തന്നെ. അനക്കെന്താണ്? അനക്ക് മെൻ്റലായി, മൂപ്പർക്ക് മെൻ്റലായിട്ടില്ല. അതാണ് വേറൊരു വ്യത്യാസം. അതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇനിയും തുടരണം. ഇങ്ങനെ പറഞ്ഞ് അവസാനം ഏതെങ്കിലും മെൻ്റൽ ആസ്പത്രിയിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റിൽ കഴിയുമ്പോൾ ഞങ്ങൾ ആരെങ്കിലും ഒന്ന് കാണാം. ആ ഒരു രൂപത്തിലേക്ക് എന്താവും കാര്യങ്ങളെത്തും. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പോയത് കൊണ്ട് ഇസ്ലാമിനൊന്നും സംഭവിക്കുന്നില്ല. അള്ളാഹിൻ്റെ പരിശുദ്ധ ദീന് അന്നേക്കാളും വർഗീയ വിഷങ്ങൾ വന്നിട്ട് എതിർത്തിട്ടുണ്ട്. ഒന്നുമല്ല, ഇതൊക്കെ വെറും കടുക്കുമണിയാണ്. അന്നേക്കാളും അത്ഭുത ബുദ്ധിജീവികൾ വിമർശനത്തിൻ്റെ കൂരമ്പുകൾ ഉന്നയിച്ചിട്ടുണ്ട്. വിമർശനത്തിൻ്റെ മാലപ്പടക്കങ്ങൾ അനക്കു മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? പൊട്ടിച്ചിട്ടുണ്ട്. കുലുങ്ങിയിട്ടില്ല അള്ളാഹിൻ്റെ പരിശുദ്ധ ദീന്. അതായത് പവർ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, മനസ്സിലാക്കിയാൽ മതി ഇൻഷാ അല്ലാഹ്.